ഇന്ന് മൊത്തത്തിൽ ഭൂഗോളം മുഴുവനും ആത്മീയത എന്ന് പറയുന്നത് മുഴുവനും ആത്മീയതയല്ല. ഒക്കൽറ്റിനെയും ആത്മീയത എന്നായിട്ടാണ് സമൂഹം പരിചയപ്പെട്ടിട്ടുള്ളത്. ഒക്കൽറ്റിന് വിവിധങ്ങളായ ഓപ്ഷൻസുകളുണ്ട്. ഈ ഓപ്ഷൻസുകൾ മുഴുവനും എന്താണ്? ആത്മീയത എന്നാണ് കോമൺ സൊസൈറ്റി മനസ്സിലാക്കുക. അത് ആത്മീയ ചികിത്സയാണ്, അത് ആത്മീയതയാണ്. നമ്മൾ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് പൊതുവെ പറയുന്ന പേരെന്താ? പൈശാചിക പ്രശ്നങ്ങൾ. ഈ പൈശാചിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ചികിത്സയുടെ പൊതുവായ പേരെന്താ നമ്മുടെ സൊസൈറ്റി പറയാറുള്ളത്? അസ്മാഇൻ്റെ ചികിത്സ എന്ന് പറയും. പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനം അസ്മാ ആണ്. ആരുടെ അസ്മാ? അസ്മാ ഉല്ലാഹ്. ഇതിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. എന്നാൽ നിലവിൽ ആത്മീയ ചികിത്സയിലെ 99% അസ്മാവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അത് ഒക്കൽറ്റ് തരം മറിഞ്ഞതും ആകാം. അതായത് നമ്മൾ പൊതുവെ ഒരാളടുത്ത് ഒരു പ്രശ്നം, ഒരു പൈശാചിക പ്രശ്നം ഉണ്ടായി. ഈ പൈശാചിക പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സമീപിക്കുന്നു, സങ്കല്പിക്കുന്നു. അയാളെ പറ്റി നമ്മൾ പൊതുവെ എന്താ പറയുക? ഒരു അസ്മാവിൻ്റെ ചികിത്സാരനുണ്ട്. അവിടെ ഒരു അസ്മാവിൻ്റെ ചികിത്സാരി ഉണ്ട്. ഒരു അസ്മാവിൻ്റെ ഒരാളാണ്, ഒരു അസ്മാവിൻ്റെ ചികിത്സാരിയാണ്. ഈ അസ്മാ എന്ന വാക്കേതാ? ചിലർ ഇസ്മിൻ്റെ ചികിത്സ എന്ന് പറയും. ഇസ്മാവുമ്പോൾ ഏകവചനായി, അസ്മാ ആവുമ്പോൾ ബഹുവചനവുമായി. എന്താണ് ഈ അസ്മാ? ഖുർആനിൽ അസ്മാ എന്ന് പ്രയോഗിച്ച എല്ലാ ഖൈറുകളും അസ്മാ ഉല്ലാഹ്. പിശാചിന് അസ്മാവും ഉണ്ട്. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും. നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ചില നാമങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതായത് ലാത്ത ഉസ്സ പോലെയുള്ള ആളുകളെ പറയുന്നിടത്ത്, ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള ആളുകളെ പറയുന്നിടത്ത് ഇൻഹിയ ഇല്ല അസ്മാഉൻ, അത് അസ്മാവുകളാണ്. സമ്മൈതുമുഹാ അൻതും, നിങ്ങൾ പടച്ചുണ്ടാക്കിയ, വആബാഉകും, നിങ്ങളുടെ പ്രപിതാക്കളും. അതിനൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. മാ അൻസലല്ലാഹു അലൈഹി മിൻ സുൽത്താനിൻ, അത് സത്യമാണെന്നതിനുള്ള തെളിവും അള്ളാഹു ഇറക്കിയിട്ടില്ല. ഇതൊരു തരം അസ്മാ ആണ്, ഒക്കൽറ്റിന് അസ്മാ. അതായത് പൈശാചിക പ്രവർത്തിക്കും എന്തുണ്ട്? ചില അസ്മാകളുണ്ട്. പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതും അസ്മാ തന്നെ. അതെ, ആരുടെ അസ്മാ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഇങ്ങോട്ട് നോക്കേ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്. ഫദ്ഉഹു ബിഹാ, അവനോട് നിങ്ങൾ തേടേണ്ടത് ഇത് വെച്ചിട്ടാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ ആരാണ്? അല്ലാഹു. അപ്പോൾ പ്രശ്ന പരിഹാരത്തിന് അവലംബിക്കാനുള്ള ടൂൾസ് ആണ് എന്ത്? അസ്മാഉല്ലാഹ്. ഈ അസ്മാഉള്ളയിൽ നിന്നാണ് ഈ വിഭാഗത്തിന് ഈ പേര് വന്നത്, അസ്മാവിന്റെ ചികിത്സാരികൾ. എന്നാൽ നിലവിൽ 99% ചികിത്സാരികളും അസ്മാവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നമ്മളിവിടെ തുടക്കത്തിൽ 3 തവണ അസ്മാ ചെല്ലാൻ കാരണമുണ്ട്. ഇവിടെ 2 വിഭാഗങ്ങളുണ്ടാവും. ഇത് പൊളിച്ചെടുക്കൽ ഒരു വിഭാഗത്തിന്റെ താല്പര്യമാണ്, ഇത് നിലനിർത്തൽ ഒരു വിഭാഗത്തിന്റെ താല്പര്യവുമാണ്. എന്നാൽ അവരെ പൊളിച്ചെടുക്കാനുള്ള ഒരേ ഒരു വഴി അസ്മാഉൽ ഹുസ്നയാണ്. ഒരു അസ്വാഭാവിക കാര്യത്തിന്റെ പിന്നിലും പിശാചിന്റെ സ്വാധീനം ഉണ്ടാവും. ഒരു അസ്വാഭാവിക കാര്യത്തിന്റെ പിന്നിൽ പിശാചിന്റെ സ്വാധീനം ഉണ്ടാവും, അല്ലെങ്കിൽ റബ്ബിന്റെ പൊരുത്തം ഉണ്ടാവും. ഒരു ബ്ലാക്ക് മജീഷ്യൻ ഒരു അത്ഭുതം കാണിക്കും, ഒരു വലിയും അത്ഭുതം കാണിക്കും. രണ്ടാൾക്കും ഒരു കർമ്മാണ് പ്രത്യക്ഷത്തിൽ. എന്നാൽ അതിന്റെ ബായിസ്, അതിന്റെ രണ്ടിന്റെയും ചോദന രണ്ടാണ്. ഒന്നിന്റെ പിന്നിൽ പിശാചാണ്, ഒന്നിന്റെ പിന്നിൽ വിലായത്താണ്. അതിനിടയിൽ ഇറങ്ങിയാൽ ഒന്നിന്റെ പിന്നിൽ കോപമാണ് റബ്ബിന്റെ, ഒന്നിന്റെ പിന്നിൽ പൊരുത്താണ്. കോപം കൊണ്ട് അത്ഭുതം കാണിക്കും. റബ്ബിന്റെ കോപം ഏറ്റുവാങ്ങിയ ആളാണ് പിശാചിന്റെ ബാപ്പ ഇബ്ലീസ്. ഇവന് എല്ലാവിധ റഹ്മത്തും റബ്ബ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൻ ലോകത്ത് കാണിച്ച എല്ലാ അത്ഭുതങ്ങളുടെയും പിന്നിൽ എന്താണ്? റബ്ബിന്റെ റഹ്മത്താണ്. ഇതവൻ ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ട് ചോദിച്ചാൽ കൊടുക്കും. അപ്പോൾ അസ്വാഭാവികത, അത്ഭുതങ്ങൾ, ഇത് കാണുമ്പോഴത്തിന് വഞ്ചിതരാവേണ്ട. അത് 2 നിലക്കും ഈ ഉൽപ്പന്നം വരും. അത്ഭുതം എന്ന ഉൽപ്പന്നം പൊരുത്തത്തിൽ നിന്നും ഉണ്ടാവും, കോപത്തിൽ നിന്നും ഉണ്ടാവും. ആത്മീയത ഇന്ന് കോമൺ സൊസൈറ്റി പറയുന്ന ആത്മീയത. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ആത്മാവ് 2 തരം ആത്മാവുണ്ട്. ഏതൊക്കെ? 1 ശുദ്ധാത്മാവ്, 2 നീചാത്മാവ്. ആത്മാവുമായി ബന്ധപ്പെട്ടതാണല്ലോ ആത്മീയത. അടിസ്ഥാനപരമായി എല്ലാം നല്ലത്, പിന്നെ മനുഷ്യനായി നശിപ്പിച്ചു, 2 മനുഷ്യനായി നിലനിർത്തി.
ശുദ്ധതയിൽ മനുഷ്യൻ കഷ്ടപ്പെട്ട് നിലനിർത്തി. അവന്റെ ദേഹേച്ഛകൾ അധികരിച്ചപ്പോൾ ഈ ശുദ്ധതയെ നശിപ്പിച്ചു. അപ്പോൾ ശുദ്ധാത്മാവ് കഷ്ടപ്പെട്ട് ശുദ്ധാത്മാവായി നിലനിന്നു. 2, ശുദ്ധാത്മാവായി ജനിച്ച് നീചാത്മാവായി മാറി. ഇത് രണ്ടിനും കഴിവുകൾ ഉണ്ടാവും. ഈ കഴിവ് ആര് നൽകും? അല്ലാഹു. അവന് ആരാണ്? റഹ്മാനാണ്. വഴിപ്പെട്ടവർക്കും കൊടുക്കും, വഴിപ്പെടാത്തവർക്കും കൊടുക്കും. എന്തുകൊണ്ട്? അവൻ റഹ്മാനാണ്, ആർക്കും കൊടുക്കണവനാണ്. ശുദ്ധാത്മാവ് എന്തിൽ പ്രവേശിച്ചു? അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ. ശുദ്ധാത്മാവ് ഓരോ സെക്കൻഡിലും ഈ പൊരുത്തത്തെ കൂട്ടി. അപ്പോൾ ഈ ശുദ്ധാത്മാവിന് ചില കഴിവുകൾ പ്രത്യക്ഷമായി. അത് അയാൾക്കും സമൂഹത്തിനും ഉപകരിക്കും. ഇത് നബിയാകുമ്പോൾ മുഅ്ജിസത്ത് എന്ന് പറയും, വലിയാകുമ്പോൾ കറാമത്ത് എന്ന് പറയും. ഇത് റബ്ബ് കൊടുക്കും. ഇതിന്റെ ആധാരം എന്താ? പൊരുത്തം. ആരുടെ? റബ്ബിന്റെ. 2, നീചാത്മാവ് അത്ഭുതങ്ങൾ കാണിക്കും. ഉദാഹരണം പറയാം. സാമിരി പശുക്കുട്ടിയെ ഉണ്ടാക്കി സ്വർണം കൊണ്ട്. അപ്പോൾ പശുക്കുട്ടിയെ ഇവർ ത്വാഫ് ചെയ്യാൻ സാമിരി കൽപ്പിച്ചു. ത്വാഫിനിടയിൽ ഇവർ പശുക്കുട്ടിയോട് പ്രാർത്ഥിക്കും. അപ്പോൾ പശുക്കുട്ടി എന്ന് പറയും, ഖേ, ഒരു ഒച്ച ഉണ്ടാക്കും, ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ത്വാഫ് ചെയ്യുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കും? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഇത് സ്വർണത്തിന്റെ പശുക്കുട്ടിയാണ്. ആരാ ഇതിന്റെ പിന്നിൽ കളിച്ച് ഇതിനുള്ളിൽ ശബ്ദം ഉണ്ടാക്കിയതാരാ? പിശാച്ച്. ഇതിനേക്കാളും വലിയൊരു അത്ഭുതം ആർക്കുണ്ടാക്ക? വലിയുണ്ടാക്ക. അപ്പൊ ഈ പശുക്കുട്ടി, ഈ സ്വർണത്തിന്റെ പശുക്കുട്ടി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ സാധാരണ പൊതുജനം എന്താ മനസ്സിലാക്കുന്നത്? ഒരു അത്ഭുതത്തിന്റെ ദൈവമാണിത്, ദൈവത്തിന്റെ അടയാളാണിത്. അപ്പൊ അതിന്മേൽ അവര് വീണുപോയി. അവര് പിന്നെ ശിർക്കിൽ അകപ്പെട്ടുപോയി. അവർക്ക് കുടിപ്പിക്കപ്പെട്ടു ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അൽ അജ്ല, പശുക്കുട്ടി പ്രേമം. എന്തുകൊണ്ട്? അവരെന്ത് പറഞ്ഞാലും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ശരി, ചിലപ്പോൾ ഈ കാര്യങ്ങൾ നടത്തി കൊടുക്കും ചെയ്യും. ആര്? പിശാച്ച്. പിശാചിന് ആര് കഴിവ് കൊടുക്കും? അവൻ റഹ്മാനാണ്. ഈ ലോകത്ത് ആരെന്ത് ചെയ്താലും അതിന്റെ കഴിവാരാ കൊടുത്ത്? അല്ലാഹു. ചില കാര്യങ്ങൾക്ക് ചില പദങ്ങൾ ഉണ്ടാവും. ഈ പദങ്ങൾ പിശാചുകൾക്ക് അറിയും. ആ പദങ്ങൾ ചൊല്ലിയാൽ അത്ഭുതങ്ങൾ കാണിക്കും. ശുദ്ധാത്മാവിന്റെ കയ്യിൽ ചിലപ്പോൾ പദങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പദങ്ങൾ ഉണ്ടാവൂല. ചിലപ്പോൾ പദം അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അവരെ ഹുദൂർ തന്നെയും അള്ളാഹുവിന്റെ നിഅമത്തിനെ ക്ഷണിച്ചു വരുത്തും. അപ്പൊ ഈ രണ്ടാളും അത്ഭുതം കാണിക്കും. ഒന്ന് അള്ളാഹിന്റെ പൊരുത്തത്തിൽ നിന്നാണ്, ഒന്ന് അള്ളാഹിന്റെ കോപത്തിൽ നിന്നുമാണ്. ഇതിനെ പൊതുജനം എന്താ പറയാ? അയാൾ ആത്മീയ ചികിത്സാരിയാണ്.